മകരവിളക്കിന് മല ചവിട്ടാനായി അപ്പു എന്ന നായക്കുട്ടിയും. ശബരിമലയിലേക്ക് മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്നും കാൽനടയായി ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരോടൊപ്പം മാഹിയിൽ നിന്ന് ഒപ്പം കൂടിയതാണ് അപ്പു. പമ്പയിലെത്തുമ്പോൾ ഉദ്യോഗസ്ഥർ അനുവദിച്ചാൽ അപ്പുവിനെയും മല കയറ്റണമെന്ന മോഹവുമായാണ് സ്വാമിമാരുടെ ഈ യാത്ര. മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്നും കാൽനടയായി ശബരിമലയ്ക്ക് പോകുന്ന ജഷിൻ സ്വാമിയോടൊപ്പം പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമുറ്റത്താണ് അപ്പു എന്ന ഓമന പേരിൽ വിളിക്കുന്ന ഈ നായ്ക്കുട്ടിയെ ഞങ്ങൾ കണ്ടത്. കാസർഗോഡ് സ്വദേശിയായ ഗുരുസ്വാമിയോടൊപ്പം മാഹിയിൽ നിന്ന് ഒപ്പം കൂടിയതാണ് അപ്പു. ചമ്രവട്ടത്തെത്തിയപ്പോൾ ജഷിൻ സ്വാമിയും ഇവരോട് ഒപ്പം ചേർന്നു. പിന്നെ ഇവർ ഒന്നിച്ചായി യാത്ര. ആലുവയിൽ വന്നു ചേർന്ന അപ്പുവിനെ കുറച്ചു സമയം കാണാതായി. പിന്നീട് ജഷിൻ സ്വാമി ഏതാണ്ട് 6 കിലോമീറ്ററോളം പിന്നോട്ട് സഞ്ചരിച്ച് ഇവനെ കണ്ടെത്തുകയും ചെയ്തു. നായയുടെ കാലിന് ചെറിയ അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മരുന്നുകളും വാങ്ങി. പാലും ബിസ്ക്കറ്റുമാണ് അപ്പുവിന്റെ പ്രിയപ്പെട്ട ഭക്ഷണം. എത്രയും വേഗം നടന്ന് ഗുരുസ്വാമിയോടും കൂട്ടരോടും ഒപ്പം ചേരുക എന്നതാണ് ഇവരുടെ ആദ്യ ലക്ഷ്യം. പമ്പയിലെത്തുമ്പോൾ ഉദ്യോഗസ്ഥർ അനുവദിച്ചാൽ അപ്പുവിനെയും മല കയറ്റണമെന്ന മോഹവുമായാണ് ഈ സ്വാമിമാരുടെ യാത്ര. തുടർന്നുള്ള യാത്രകൾ നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പാവൂർ ക്ഷേത്രത്തിലാണ്. ഇനി തൊട്ടടുത്ത് കീഴം, അതുപോലെ തന്നെ മൂവാറ്റുപുഴ ആ റൂട്ടാണ് പിടിക്കുന്നത്. അങ്ങനെ എരുമേലി വരെ പോയിട്ട് എരുമേലിയിൽ നിന്ന് മല ചവിട്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. കരിമല ചവിട്ടിയിട്ട് തന്നെയാണ് പമ്പ പോയി. സന്നിധാനത്തേക്ക് കയറ്റോ ഇല്ല അറിയില്ല. വല്ല പൊതുവെ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ പമ്പ വരെയാണ് കയറ്റാറ്. ഒന്ന് സംസാരിച്ച് നോക്കുന്നുണ്ട്. ഇപ്പോൾ ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആള് അത്യാവശ്യം ഫേമസ് ആണ്. അപ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ നടന്നു പോകുമ്പോൾ തന്നെ സ്കൂൾ കുട്ടികൾ തന്നെ വിളിക്കുന്നുണ്ട്. രക്ഷിതാക്കൾ അപ്പു 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 പറഞ്ഞ് വിളിക്കുന്നുണ്ട്. വളരെ ഒരു സന്തോഷം. എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ടിന് വളരെയധികം സന്തോഷമുണ്ട്. പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ഇവർ ഇതിനായി യാത്ര തുടരുകയും ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.